നാലാം സ്ഥലം ഈശോ അമ്മയെ കണ്ടുമുട്ടുന്നു. ഈ സ്ഥലത്തിന് ഇട്ടിരിക്കുന്ന പേര് ഹോം എന്നാണ്. കാരണം അമ്മയ്ക്ക് പകരം വയ്ക്കാൻ പറ്റുന്നൊരു വാക്കാണ് വീട് എന്ന് പറയുന്നത്. അമ്മ എന്ന് പറഞ്ഞാൽ ഹോമാണ് ശരിക്കും. ഈശോ ഈ സങ്കടങ്ങൾക്കിടയിൽ, ഈ കുരിശിൻ്റെ ഭാരത്തിനിടയിൽ വീടെത്തുകയാണ് അമ്മ കെട്ടിപ്പിടിക്കാൻ. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു സംഭവം ഓർക്കുന്നുണ്ട്. അത് ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. എൻ്റെ വീട് തൈക്കൂടത്താണ്. ഞാൻ പഠിച്ചത് ആൽബർട്ട്സിലാണ്. അപ്പോൾ എൻ്റെ 2 ചേട്ടന്മാരും എൻ്റെ അനിയനും ഒക്കെ അവിടെ ആൽബർട്ട്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പ്രൈവറ്റ് ബസ്സിൽ വരും, ഒരുമിച്ച് പോവും, അങ്ങനെയാണ്. അപ്പോൾ എൻ്റെ സ്ഥിരം പരിപാടി എന്ന് പറഞ്ഞത് ബസ്സിൽ കയറിക്കഴിഞ്ഞാൽ ആൾക്കാരുടെ ഇടയിൽ കുഞ്ഞു പയ്യനല്ലേ, അപ്പോൾ ഇടയിൽ കയറി സീറ്റില്ലെങ്കിലും ഈ ജനാലിൻ്റെ അടുത്ത് വന്ന് ഇരിക്കും. കുറച്ചേരൊക്കെ ഇങ്ങനെ കാഴ്ച കാണും, പിന്നെ ഉറങ്ങിപ്പോവും, സ്വാഭാവികമായിട്ട് ഉറങ്ങിപ്പോവും. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന ഒരു ദിവസം ഞാൻ ഉറങ്ങിപ്പോയി. ഞാൻ എഴുന്നേൽക്കുമ്പോഴേക്കും ഞാൻ കാണുന്നത് എൻ്റെ വീടിൻ്റെ സ്റ്റോപ്പ് എത്തി. കാരണം ഓലമേഞ്ഞ ബസ് സ്റ്റോപ്പാണ്. അപ്പോൾ ഞാൻ വണ്ടി നിർത്തി കിടപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. കാരണം എൻ്റെ ചേട്ടന്മാർ വിളിക്കും, വിളിച്ച് എഴുന്നേൽപ്പിച്ച് കൊണ്ടുപോകും. ചേട്ടന്മാർ വിളിച്ചില്ല. ഞാൻ പെട്ടെന്ന് തന്നെ ഇറങ്ങാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഓടിച്ചാടി ഇറങ്ങി. ബസ് വിട്ടുപോയി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ഞാൻ എൻ്റെ സ്റ്റോപ്പിലല്ല ഇറങ്ങിയിരിക്കണേ, സ്റ്റോപ്പ് മാറി ഇറങ്ങിക്കണേ, ജനതയിൽ ഇറങ്ങിയിരിക്കുന്നത്. ഇന്ന് എൻ്റെ വീട്ടിലോട്ട് 4 സ്റ്റോപ്പുണ്ട്. ജനത സ്റ്റോപ്പാണെന്നുണ്ട്. കാരണം എല്ലാ സ്റ്റോപ്പും ഒരുപോലെ ഇരിക്കണം, ഈ ഓലമെഞ്ഞിരിക്കുന്ന സ്റ്റോപ്പുകൾ. ഞാൻ വിട്ടുപോയ ബസ്സിൻ്റെ പുറകെ ഒച്ചയെടുത്ത് ഓടാണ്. അപ്പോൾ മഴയൊക്കെ പെയ്തിട്ട് ഒരു കുഴിയിൽ വെള്ളം കിടപ്പുണ്ടായിരുന്നു. ആ കുഴിയിലേക്ക് വീണ് യൂണിഫോം മുഴുവൻ ചെളിയായി. കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കാരണം മുഴുവൻ ഇരുട്ടായി. എന്ത് ചെയ്യും? എല്ലാവരും പോയില്ലേ. ആ സമയത്തൊരു മനുഷ്യൻ ആൾ വന്നിട്ട് പറഞ്ഞു, മോൻ്റെ വീട് എവിടെയാണ്? ഞാൻ കരച്ചിലിൻ്റെ ഇടക്ക്. അപ്പോൾ എൻ്റെ ഡാഡി ബിസിനസ്സാണ്, ഡാഡിയുടെ കട വൈറ്റിലെ തന്നെയാണ്. അപ്പോൾ ജനതയുടെ അപ്പുറത്തെ സ്റ്റോപ്പ് വൈറ്റിലെയാണ്. ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എൻ്റെ ഡാഡിയുടെ കട അറിയാം. മോൻ വിഷമിക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ സ്കൂട്ടറിൽ എന്നെ കയറ്റിയിട്ട് വീട്ടിൽ കൊണ്ടാക്കി. വീട്ടിലല്ല, കടയിൽ കൊണ്ടാക്കിയപ്പോൾ ഡാഡിയുടെ ലാമ്പി സ്കൂട്ടറിൽ എന്നെ എടുത്തിട്ട് വീട്ടിലോട്ട് കൊണ്ടുവരാം. ഞാൻ അവിടെ ചെല്ലുമ്പോഴേക്കും മുറ്റത്ത് എൻ്റെ മമ്മിയുണ്ട്, എൻ്റെ ബ്രദേഴ്സ് ഉണ്ട്. അപ്പോൾ എന്നെ കളഞ്ഞിട്ട് പോയതിന് ബ്രദേഴ്സ് ഇവിടെ വടക്ക് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അമ്മ ഒരു വടിയൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. കാരണം എവിടെ പോയി എന്ന് ചോദിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ കയറി വരുന്നത്. ഞാനിങ്ങനെ ചേറൊക്കെ വെച്ച ഈ ഡ്രസ്സിൽ ഓടി വന്നിട്ട് ഞാൻ ചെയ്ത് അമ്മേനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്. ഇങ്ങനെ വട്ടം കെട്ടിപ്പിടിച്ച് കരയാണ് ഞാൻ. വീടെത്തി. നമ്മുടെ ലൈഫിൽ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ സ്റ്റോപ്പ് മാറി ഇറങ്ങും. വിഷമിക്കണ്ട. നമ്മളെ കാത്ത് ഒരു വീടുണ്ടെന്ന് എപ്പോഴൊരു ഓർമ്മ ഉണ്ടാകണം കേട്ടോ. എങ്ങനെയൊക്കെ വീണു പോയിക്കോട്ടെ, ഏതൊക്കെ ചെളിയിൽ വീണോട്ടെ, there is somebody who is waiting for us and that is our God, that is our home. അങ്കാ ജെയിംസിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കവിതയുണ്ട്. അതിങ്ങനെയാണ്: ഈശോ ധൂർത്തപുത്രൻ്റെ ഉപമ പറഞ്ഞത് ഒരു സിമ്പിൾ കാര്യം പഠിപ്പിക്കാനാണ്. നെവർ മൈൻഡ് വാട്ട് യു ഹവ് ഡൺ, ജസ്റ്റ് കം ഹോം. നിങ്ങൾ എന്ത് ചെയ്തത് ഒരു പ്രശ്നമില്ലെന്ന്, നീ വീട്ടിലോട്ട് വാ. ഈശോ പറയാണ്, നീ വീട്ടിലോട്ട് വന്ന്, ഞാനിവിടെ ഉണ്ട് ടു എംപ്രൈസ് യു. ജീവിതത്തിൽ പല സ്ഥലത്ത് ചിലപ്പോൾ സ്റ്റോപ്പൊക്കെ മാറി ഇറങ്ങുന്നേ, വിഷമിക്കണ്ട. ടേക്ക് ദ നെക്സ്റ്റ് ബസ്, go to home. Good day.